പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നമ്മളെ ഏവരെയും ഞങ്ങൾ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒന്നിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അവൻ നമ്മളെ നിറച്ച്, ഹല്ലേലൂയ, അവന്റെ ഉള്ളം കരങ്ങളിൽ നമ്മളെ താങ്ങി പരിപാലിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. എന്താ കാണാം, അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് അവനെ പാടി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടി മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവേ അങ്ങേക്ക് ആരാധന. ആ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരാഴ്ചക്കാലം നമ്മളെ ശ്രേഷ്ഠമായ നിലയിൽ നമ്മളെ നടത്തിയ കർത്താവിന് ആ കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട് ചേർന്ന് പാടിയാട്ടെ. കേരളമെങ്ങും ഹല്ലേലൂയ എന്ന ശബ്ദം ഉയരട്ടെ. അവന്റെ മഹത്വമായ നാമം ഉയരട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ദൈവസമൂഹത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. കർത്താവേ, ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണം. നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും അതിനെ നല്ലവണ്ണം അറിയുന്ന ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിന്ന് പറയാം, കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ രോഗക്കിടക്കയിൽ കടന്നായിരിക്കാം ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ഹല്ലേലൂയ. ഭവനത്തിലായിരിക്കാം. ഇന്നലത്തെ രാത്രി നിങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത രാത്രിയായിരുന്നിരിക്കും. നിങ്ങൾ ഹല്ലേലൂയ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി അതാരും ഒരുപക്ഷെ കണ്ടില്ലായിരിക്കും. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, നിങ്ങളായിരുന്ന സാഹചര്യത്തിൽ അറിഞ്ഞ യേശു ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ അവൻ മതിയായ കർത്താവാണ്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് വായിക്കാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 12, 13, 14, 15 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറ് യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഹൂമിൽ ചെന്നു പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഞാൻ ആ വാക്യം ഒന്നും കൂടെ ചേർന്ന് വായിക്കട്ടെ. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ടത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ താൻ ശുശ്രൂഷ തുടങ്ങിയ ദേശങ്ങളെ കുറിച്ച് വായിച്ചത്. യേശു ആ ദേശങ്ങളിലേക്ക് ചെന്ന് പാർത്തു. അവിടുത്തെ ജനത്തോട് ദൈവവചനം ഉപദേശിച്ചു കൊടുത്തു. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആ ദൈവവചനം കേട്ട ജനം യേശുവിന്റെ വാക്ക് വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു. യേശു ആ ദേശത്ത് പാർത്തു. അവരോട് കൂടി ആയിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ട്. ഒരുപക്ഷെ ഇരുട്ടിന്റെ അനുഭവത്തിലായിരിക്കും നിങ്ങളായിരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ആ ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് വന്നാൽ അത് ഒരിക്കലും ഇരുട്ടായി തുടരുകത്തില്ല. ഹല്ലേലൂയ. അവിടെ വലിയൊരു വെളിച്ചം തന്നെ ഉണ്ടാകുക തന്നെ ചെയ്യും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞ വാക്ക്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ ലോകത്തിന്റെ വെളിച്ചമായവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, നമ്മുടെ സാഹചര്യത്തിലേക്ക് വന്നാൽ നാം ഇനിയും ഒരിക്കലും ഇരുട്ടിൽ തുടരേണ്ടത് വരത്തില്ല. നമ്മുടെ ഇരുട്ടിനെ മാറ്റി നിത്യപ്രഭാതമാക്കുവാൻ, നിത്യശോഭയുള്ളതാക്കി മാറ്റുവാൻ ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ അനുവദിച്ചു കൊടുത്താട്ടെ. വീണ്ടും തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഹല്ലേലൂയ. ഇരുട്ടിൽ വെളിച്ചം മാത്രമല്ല പരന്നത്, മറിച്ച് മരണ നിഴലിലിരുന്നവർക്ക്, മരണഭീതിയിലായിരുന്നവർക്ക് ജീവൻ തന്നെ അവിടെ വ്യാപരിച്ചു. യേശു ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ഇരുട്ടിലിരിക്കുന്ന ജനത്തെ വിടുവിപ്പാന്, മരണനിഴലിലായിരിക്കുന്നവർക്ക്
ഭയത്തെ മാറ്റി അവരെ ജീവനിലേക്ക് നയിക്കുവാനായിരുന്നു. അതേ യേശു ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുവാൻ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥാപനത്തിലേക്ക് വരുവാൻ, നിങ്ങളായിരിക്കുന്ന സാഹിത്യത്തിലേക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആര് പറയും, യേശുവേ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നാം ഇവിടെ പാടി ആരാധിക്കുന്ന പാട്ട് പോലെ, യേശുവേ നാഥാ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ, യേശുവേ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഒന്നിച്ച് ചേർന്ന് പാടിയാട്ടെ, ഒന്നിച്ച് ചേർന്ന് ആരാധിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് അതെ, നാം യേശുവിനോട് പറഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ, നമ്മുടെ ഏത് മേഖലയിലേക്കും കടന്നു വരുവാൻ യേശു മതിയായവന്. പറയട്ടെ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നാം വീണ്ടും ഇരുളിനകത്തിരിക്കേണ്ടി വരത്തില്ല, മരണനിഴലിരിക്കേണ്ടതായി വരത്തില്ല. നമ്മളെ അവിടുന്ന് വിടുവിക്കുവാൻ യേശു മതിയായവന്. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ആ യേശുവിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാട്ടെ. ഇന്നു മുതൽ ആര് പറയും, യേശുവേ നീ എൻ്റെ കൂടെ പാർക്കണം, നീ എൻ്റെ കൂടെ പാർക്കണം. യേശു എവിടെയുണ്ടോ അവിടെ ഇരുട്ടിന്റെ സാന്നിധ്യം മാറും, മരണം മാറും, ഭയം മാറും, നിരാശ മാറും, വേദന മാറും, ദുഃഖം മാറും. ഹല്ലേലൂയ. നമ്മത്തായി സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഭാഗം യഥാർത്ഥത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലെ വാക്യമാണ് എടുത്തെഴുതിയത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഇരുട്ടിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ യേശു വന്നാൽ ഇരുട്ട് മാറുക മാത്രമല്ല, ഭയം മാറുക മാത്രമല്ല, ഇവിടെ വായിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം തരുവാൻ, യഥാർത്ഥ ആനന്ദം തരുവാൻ ആ യേശു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ അനുവദിച്ചു കൊടുത്താട്ടെ. ആ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ നിറയ്ക്കുവാൻ അനുവദിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജോലി മേഖലയിൽ നിറയ്ക്കുവാൻ അനുവദിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നിറയ്ക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ അനുവദിച്ചു കൊടുത്താട്ടെ. നമ്മുടെ ദുഃഖം മാറിപ്പോകും, നമ്മുടെ നിരാശ മാറിപ്പോകും, നമ്മുടെ വേദന മാറിപ്പോകും. ദൈവവചനം പറയുന്നു, കൊള്ള പങ്കിട്ടവരെ സന്തോഷിച്ച സന്തോഷം, കൊയ്ത്ത് കാലത്ത് അവർക്കുണ്ടായിരുന്ന സന്തോഷം, അതിനാൽ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ യേശു മതിയായവനാണ്. എത്ര പേർ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ആ സന്തോഷം എൻ്റെ കുടുംബത്തിൽ വരണം. ഒരു പക്ഷെ സമാധാനമില്ലാത്ത കുടുംബമായിരിക്കാം, എന്നാൽ യേശു വന്നാൽ ഈ സന്തോഷത്തെ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു, ഈ സമാധാനത്തെ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജോലി മേഖലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇരുട്ടിന്റെ ശക്തികൾ മാറാൻ പോകുക, മരണഭീതി മാറാൻ പോകുക. ഈ സാഹചര്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ഒരു വാക്ക് യേശുവിനോട് പറഞ്ഞാട്ടെ. യേശുവേ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണം. യേശുവേ എൻ്റെ ജോലി മേഖലയിലേക്ക് അങ്ങ് വരണം. യേശുവേ എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് അങ്ങ് വരണം. യേശുവേ എൻ്റെ ദേശത്തിൽ അങ്ങ് കടന്നു വരണം. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ അവൻ മതിയായവൻ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അധികാരം മാറിപ്പോകാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ വഴി, വ്യക്തമായൊരു ദർശനം, വ്യക്തമായൊരു കാഴ്ചപ്പാട് അവൻ ഇന്ന് ഈ പ്രഭാതത്തിൽ തരാൻ പോകുക. ഞാൻ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. മക്കളുടെ സാഹചര്യങ്ങളെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഒരു ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിൽ തന്നെ ഉണ്ടാകട്ടെ. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങൾ നീട്ടി. ഗ്ലോറി ടു ഗോഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് വായിച്ചു കേട്ട ദൈവവചനം പോലെ ഹല്ലേലൂയ, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ഭയത്തിലും നിഴലിലും ഇരിക്കുന്ന ജനം വലിയൊരു വിടുതൽ അനുഭവിച്ചതുപോലെ
കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ ലോകത്തിന്റെ വെളിച്ചമായവനെ, നിന്റെ സാന്നിധ്യം ഈ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, ഈ വ്യക്തികളിലേക്ക് ഇറങ്ങി വരട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അവർ അങ്ങേ അവരുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, നിന്നെ ക്ഷണിക്കുമ്പോൾ കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങ് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ വിടുതലുകൾ അവിടെ ഉണ്ടാകട്ടെ, വലിയ സന്തോഷം അവിടെ ഉണ്ടാകട്ടെ കർത്താവേ. കൊയ്ത്ത് കാലത്ത് കർത്താവേ, കൊയ്തവർക്കുണ്ടായിരുന്ന ആ സന്തോഷത്തെ പോലെ, കൊള്ള പങ്കിട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം പോലെ കർത്താവെ, അളവില്ലാത്ത സന്തോഷത്താൽ നിന്റെ ജനത്തെ നിറയ്ക്കേണ്ടതിനായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക സന്തോഷത്താൽ, സമാധാനത്താൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ദൈവിക സമാധാനവും സന്തോഷവും അവരുടെ മേൽ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ യേശുവിൻ സാന്നിധ്യമേ. 21,000-ൽ അധികം ഈ ആളുകളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ ദേശങ്ങളിലേക്ക് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ഞങ്ങളിലേക്ക് യേശുവേ അങ്ങയുടെ സാന്നിധ്യം. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് ഒരിക്കൽ കൂടെ യേശുവിൻ സാന്നിധ്യമേ. The presence of God makes you rich. Only the presence of God makes you rich. ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം നമ്മെ സമ്പന്നരാക്കുന്നു. And where there is the presence of God, there is liberty, and there is deliverance, and there is freedom. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, സൗഖ്യമുണ്ട്, എഴുന്നേറ്റമുണ്ട്. ഓ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നീ. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് എല്ലാവരും യേശുവിൻ. ഇരുട്ട് നിറഞ്ഞ മേഖലകളിൽ ഈ പ്രഭാതത്തിൽ കർത്തൃദാസനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചതുപോലെ യേശു ഇറങ്ങി വരുമ്പോ യേശുവിൻ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി മാറുന്നു. ഇരുട്ട് മാറുന്നു ഈ പകൽ. യേശുവിൻ യെസ്. അത്ഭുതങ്ങളുടെ കർത്താവേ, യേശുവിൻ സാന്നിധ്യമേ ഓ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. എല്ലാവരും ചേർന്ന് യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. യേശുവിൻ സാന്നിധ്യമേ. ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ എന്തും സംഭവിക്കാം. I tell you, anything can happen in the presence of the Holy Spirit. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ എന്തും സംഭവിക്കാം. മരിച്ചത് ഉയർത്തെഴുന്നേൽക്കും, തകർന്നത് പണിയപ്പെടും, ഇരുട്ടിലായിരിക്കുന്നത് വെളിച്ചത്തിലേക്ക് വരും, നഷ്ടപ്പെട്ടു എന്ന് പകർന്നത് കരങ്ങളിലേക്ക് തിരികെ വരും. Jesus, യേശുവിൻ we ask for nothing but your presence. ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല കർത്താവേ, നിന്റെ സാന്നിധ്യം. 30 വർഷമായി ഉണ്ടായിരുന്ന റൂമാറ്റിസം, ആർത്രൈറ്റിസ്
30 വർഷങ്ങളായി തുടങ്ങിയിട്ട്. പ്രാർത്ഥനാ കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല, സകലതും നോർമലായി എന്ന് ഡോക്ടർമാര് സാക്ഷ്യപ്പെടുത്തി. ഷീല കളത്തിപ്പടിയിൽ നിന്ന് ഈ വിവരം നമ്മോട് അറിയിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മിടുക്കല്ല, യേശുവിൻ്റെ സാന്നിധ്യം. താങ്കളുടെ കൈകാലുകൾ വളഞ്ഞു വിരൂപമായോ, അടുത്ത ഒരു കരം ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയം തുറന്ന് യേശുവോട് പറ, നിന്റെ സാന്നിധ്യം എൻ്റെ ഈ വികൃതമായ ശരീരത്തിലേക്ക്, എൻ്റെ വിരൂപമായ മാനസിക മണ്ഡലങ്ങളിലേക്ക്, ക്യാൻസർ കാർന്നതിന് എൻ്റെ ശരീരത്തിലേക്ക്, കടഭാരങ്ങൾ, നഷ്ടങ്ങൾ തീച്ചൂള പോലെ ഉയർന്നു നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക്, ആർത്തിരമ്പുന്ന കടലുകളുടെ ഇടയിൽ അകപ്പെട്ടു പോയ ഒരു ജീവിതത്തെ പോലെ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം. That's our prayer this morning. ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന അതാ. ഈ സഹോദരി ഷീലയെ സൗഖ്യമാക്കിയ യേശു 30 വർഷങ്ങൾ കഷ്ടപ്പെട്ട് കിടന്ന ഒരു ജീവിതത്തെ വിടുവിച്ച ഈ യേശു, താങ്കൾ യേശുവിന് വിലപ്പെട്ട ജീവിതമാണ്. യെസ്, തീർച്ചയായിട്ടും താങ്കൾ യേശുവിന് വിലപ്പെട്ട ജീവിതമാണ്. Beloved, you are so valuable to Jesus and you are so precious, precious than gold. തങ്കത്തേക്കാൾ വിലയേറിയതാ യേശുവിന് താങ്കൾ. 2 കരവും മാർവോട് ചേർത്ത് വെച്ച് എന്നോട് ചേർന്ന് പറയുമോ, യേശുവിന് ഞാൻ വിലപ്പെട്ട വ്യക്തിയാ. ചേർന്ന് ആവർത്തിച്ച് പറയൂ, യേശുവിന് ഞാൻ വിലപ്പെട്ട ജീവിതമാണ്. ഓ, 2 കരങ്ങളും ഉയർത്തി ചേർന്ന് അതുകൊണ്ട് യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. ഈ ആഴ്ചയുടെ അവസാന ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. പ്രമാണം സംബന്ധിക്കുന്ന പേപ്പറുകൾ ഇറങ്ങിയേ വന്നിടട്ടെ. ഒരിക്കൽ കൂടെ യേശുവിൻ സാന്നിധ്യമേ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ഇപ്പോൾ തന്നെ ആ ജീവിതങ്ങളിൽ, ആ മുറികളിൽ, ആ ആശുപത്രികളിൽ, ആ ഓഫീസുകളിൽ 2 കരങ്ങളും ഉയർത്തി ചേർന്ന് യെസ്, ഓ ഹല്ലേലൂയ, വളഞ്ഞുപോയ അസ്ഥികളെ നിവർത്തുന്ന ദൈവ തേജസ്, തകർന്ന ജീവിതത്തെ പണിതുയർത്തുന്ന യേശുവിന്റെ തേജസ് ഇപ്പോ. അന്നാളിൽ ഞാൻ വീണുപോയ ദാവീദിൻ കൂടാരങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം അവിടുന്ന് പകർന്ന അഭിഷേകത്തിൽ, യേശുവിന്റെ മേലുണ്ടായിരുന്ന അതേ അഭിഷേകത്തിൽ, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിതവും, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതവും, wherever they are, Lord, everyone who is joining us now, I pray in Jesus' mighty name that you will envelop everyone in your presence and with your presence. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തെയും ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് മറയ്ക്കും. That each of us will hide in your presence and each of us will find a place of rest in you, Lord. യേശുവേ, ഞങ്ങൾ അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നവരാണ്. For you are our burden bearer. നീ ഞങ്ങളുടെ ചുമട് താങ്ങിയാകയാൽ യേശുവേ,
ഈ പകൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000 ജീവിതങ്ങളുടെ മേൽ അവർ പ്രദാനം ചെയ്യുന്ന വിഷയങ്ങൾ കർത്താവെ, 21,090 വിഷയം എന്റെ വലത് കയ്യിൽ ഇരിക്കുമ്പോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 100 വിഷയങ്ങൾ അത് പ്രദാനം ചെയ്യുന്ന വിലപ്പെട്ട ജീവിതങ്ങൾ, അവരുടെ ഉടച്ചിലുകൾ അവിടുന്ന് കാണും. അപ്പാ, തന്ത്രി, പിതാവേ, യേശുവേ, 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 ഗത്സമനയിൽ പിതാവോട് വിലപിച്ച ആ യേശുവിന്റെ പാതയിൽ പിശാചിനാൽ പാറ്റിക്കളയാതിരിക്കേണ്ടതിന് ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവോട് വിലപിച്ച യേശുവിന്റെ അതേ ക്രമത്തിൽ നിന്ന് അവിടുന്ന് പകർന്ന ഈ നിയോഗത്തിൽ, അവിടുന്ന് പകർന്ന അഭിഷേകത്തിൽ നിന്ന് ഈ വിലപിക്കുന്ന 10,000 ജീവിതങ്ങൾക്കായി തിരുവെഴുത്തിൻ പ്രകാരം ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങൾ നിൽക്കുന്ന 10,000 ദൈവ മക്കളോട് ചേർന്ന്, ദൈവദാസന്മാരോട് ചേർന്ന് ഞങ്ങൾ ഈ വിലപ്പെട്ട ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അവരുടെ കണ്ണുനീരുകളെ മാറ്റും. Lord, we plead for your mercy over their lives. അങ്ങയുടെ ദയ അവരുടെ മേൽ ഇറങ്ങേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. Whoever they are and wherever they are, കർത്താവേ, yes Jesus, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരാരായിരിക്കുന്നെങ്കിലും, അവർ എവിടെ ആയിരിക്കുന്നെങ്കിലും അങ്ങയുടെ തേജസ്, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ അത്യന്ത ശക്തി ഇപ്പോൾ ഈ ജീവിതങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. രോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പരാജയപ്പെട്ട അനുഭവങ്ങൾ മാറട്ടെ. യേശുവിന്റെ സൗഖ്യത അവർ ഓരോരുത്തരും നിറയപ്പെടട്ടെ. അത്ഭുതങ്ങളുടെ കർത്താവേ, അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയമുള്ളവരെ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുള്ളപ്പോൾ, and in Jesus there is a burden bearer for you and for me. എനിക്കും താങ്കൾക്കും യേശുവിൽ ഒരു ചുവട് താങ്ങിയുള്ളത് കൊണ്ട് യേശു ചെയ്യാമെന്ന് പറഞ്ഞ ഉത്തരവാദിത്വം അത് നിറവേറ്റേണ്ടതിന് നമ്മുടെ ഭാരങ്ങളെ അവിടുത്തെ ചുമലിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് to rest in him, അവന്റെ മാർവിൽ വിശ്രമിക്കുക. I tell you, you are born to walk in victory. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് വിജയത്തിൽ നടക്കുവാനാണ്. And it is the heart's desire of Jesus to see that you carry and I carry the DNA of Jesus. As he was victorious in everything, so are you designed to be. യേശു സകലത്തിലും വിജയിയായിരുന്നതുപോലെ സകലത്തിലും വിജയിയാകേണ്ടതിന് താങ്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. And your design is to be a victor all the time in Christ Jesus. നിങ്ങളെ കർത്താവ് മെനഞ്ഞിരിക്കുന്നു, നമ്മെ കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ യേശുവിൽ സകലത്തിലും വിജയിയാകേണ്ടതിന് വേണ്ടിയാണ്. 2 കരം ഉയർത്തി. വേറൊന്നും എനിക്ക് വേണ്ട. The future that I have in Jesus, യേശുവിലുള്ള ഭാവി എനിക്ക് മതി. ഈ പകൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും താങ്കൾ വിളിക്കണം. പല നമ്പറുകൾ താങ്കൾക്ക് സ്ക്രീനിൽ ലഭ്യമാണ്. ഇമെയിൽ സൗകര്യം താങ്കൾക്ക് ലഭ്യമാണ്. prayingkerala@gmail.com. ലോകത്തിലെ ഏതു രാജ്യത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയിൽ തത്സമയം പങ്കെടുക്കാൻ സാധിക്കും. harvesttv.in എന്ന വിലാസത്തിൽ താങ്കൾ ലോഗിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഹാർവസ്റ്റ് ടി വി ഇപ്പോൾ 83 രാജ്യങ്ങളിൽ ലഭ്യമാണ്. ഹാർവസ്റ്റ് ടി വി ഈസ് അവൈലബിൾ ഓവർ 83 nations of the world directly through the satellite. ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ വരുന്നുണ്ട്. താങ്കളുടെ അയൽവക്കക്കാർക്ക്, പ്രിയപ്പെട്ടവർക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ അവരുമായി സംസാരിച്ച്, അവരുടെ കേബിൾ ഓപ്പറേറ്ററുമായി സംസാരിച്ച് ഈ ശുശ്രൂഷ അവർക്ക് ലഭ്യമാക്കുവാനായിട്ട് അവരോട് പറയണം. തീർച്ചയായിട്ടും
നമ്മുടെ ബഹുമാനപ്പെട്ട കേബിൾ ഓപ്പറേറ്റേഴ്സ് അതിന് വളരെ സമ്മതമാണ്. ധാരാളം സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കേബിൾ ഓപ്പറേറ്റേഴ്സ് അത് നൽകിക്കൊടുക്കുന്നു. അവരെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഓർക്കുക, ഇത് നിമിത്തം താങ്കളും താങ്കളുടെ കുടുംബവും താങ്കളുടെ ബിസിനസ്സും അനുഗ്രഹിക്കപ്പെടും. ദേശം ഒന്നിച്ച് അനുഗ്രഹം അനുഭവിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുമോൾ മുട്ടടേന്ന് വിളിച്ചിരിക്കുന്നു. 4 വർഷമായി തളർന്നു കിടക്കുന്നു. സ്ട്രോക്ക് വന്നാണ്. കണ്ണിന് സൗഖ്യമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കരം തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കണ്ണിന് പൂർണ്ണ സൗഖ്യപ്പെടട്ടെ. പ്രാർത്ഥന ഘട്ടനായിട്ട് ആമേൻ. സുമ ബായ്പാട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കടഭാരം ഈ മാസം തന്നെ തീരണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനുള്ള വഴികൾ അവർക്ക് തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് ഉണ്ടായി വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശു അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഷീല കളത്തിൽ പഠിക്കുന്ന വിളിച്ചിരിക്കുന്നു. റോണി തങ്കച്ചൻ 10ൽ എക്സാം എഴുതുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കുവാനുള്ള കഴിവും ശക്തിയും ബുദ്ധിമുട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലതായ കൂട്ടുകെട്ടുകൾ കൊടുത്ത് അവന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബീനാമോൾ വിതുരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സ്വന്തമായി വീടില്ല. 12 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. വിവിധ പ്രശ്നങ്ങളുണ്ട്. ബിജുദാസിന്റെ മകൻ സ്വന്തം വീടില്ല. മാതാപിതാക്കളെ നോക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറയ്ക്കാമെന്ന് വാക്ക് തന്ന ദൈവത്തിന്റെ ശക്തി തന്റെ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുവാനാകട്ടെ. തടസ്സകാരണമായി കിടക്കുന്ന സകല സാഹചര്യങ്ങളും വിട്ടുപോകട്ടെ. പൂർണ്ണമായി ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു ഭവനം ലഭിപ്പാൻ അവർക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് പ്രഭുവായ അങ്ങയെ സ്വീകരിപ്പാൻ അവർക്കിടയാകട്ടെ. എല്ലാ നിലയിലും ഒരു സ്വൈര്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. റോസ്മേരി മൈമേലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് ജോലി വേണം. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ മകൾക്ക് വേണ്ടി ജോലി ലഭിക്കാൻ ഒരു പുതിയ വാതിൽ തുറക്കട്ടെ. ആ വാതിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ എന്റെ കർത്താവ് ഇടയാക്കണം. വീട്ടിലെ പ്രശ്നങ്ങൾ മാറട്ടെ. ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. ദൈവിക സന്തോഷം അനുഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നോണ്ട് സ്വത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അനിത ചെമ്പൂരിന്ന് വിളിച്ചിരിക്കുന്നു. ഷുഗർ കൂടുതലാണ്. പെരുവിരൽ മുറിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിരൽ മുറിച്ചു മാറ്റാതെ പൂർണ്ണ സൗഖ്യമെന്ന് കൽപ്പിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിൽ അത് അനുഭവിപ്പാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. കടഭാരത്താൽ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി യേശു ആ കടം കൊടുത്തു തീർക്കാനുള്ള വഴി തുറന്നു കൊടുത്തു തീർത്തു. പരാജയപ്പെട്ടു എന്നല്ല, ആത്മഹത്യക്ക് വിഷമെടുത്തു എന്നല്ല, ദൈവസന്നിധിയിൽ അർപ്പിച്ച വിഷയത്തിന് മറുപടി വന്നത് യേശു അതിന് വഴി ഒരുക്കി. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു അത്ഭുതം, ഇതുപോലൊരു അത്ഭുതം യേശു താങ്കൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യ ഏതു കാരണത്തിന്റെ മുമ്പിലോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് അത് ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന ജീവിതത്തിന് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവാകയാൽ പുറത്താരും അറിയുന്നില്ലെങ്കിലും കൈ ഉയർത്തണ്ട, കൈ തലയിലും വെക്കണ്ട, നെഞ്ചത്തും വെക്കണ്ട, എങ്ങും വെക്കണ്ട. ആത്മഹത്യയുടെ ചിന്തകൾ താങ്കളുടെ അകത്ത് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് പിശാചാണ് കൊണ്ടുവന്നത്. ആ പിശാച് അവിടെ ഇരുന്നാൽ താങ്കളെ അത് കൊണ്ടുപോകുക. ഈ പകൽ യേശു വന്നത് താങ്കളെ വെളിച്ചത്തിലേക്ക് നടത്താൻ. ആത്മഹത്യക്ക് വേണ്ടി ജനിച്ച വ്യക്തിയല്ല താങ്കൾ. ജീവനോടെ ഇരുന്ന് യേശുവിൻ്റെ മഹത്വത്തെ, യേശുവിൻ്റെ അത്ഭുതത്തെ, വിജയത്തെ വെളിപ്പെടുത്തുവാൻ ജനിച്ച വ്യക്തിയാകയാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തിയിൽ നിന്ന് ആത്മഹത്യയുടെ ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ എന്നേക്കുമായി വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ ആത്മാവേ അവരുടെ മേൽ ഇറങ്ങി പോരുന്നിറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം വിജയമാകട്ടെ, നന്മയുള്ളതാകട്ടെ. ആ കടങ്ങൾ കൊടുത്തു തീർക്കാനുള്ള വഴികൾ യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി തുറക്കപ്പെടട്ടെ. അവിടുന്ന് അത് ചെയ്തതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. ഒരു പണമടങ്ങുന്ന ഒരു കവറാണ് പാസ്റ്റർ എൻ്റെ ഇരിക്കുന്നത്. പ്രൈസ് മണി ഫോർ ഇന്റർ സ്കൂൾ ബാഡ്മിന്റൺ ടൂർണമെന്റ്. മറ്റാരുമല്ല, നമ്മുടെ ജിനു. അതെ പാസ്റ്ററെ,
ഇന്റർ സ്കൂൾ ബാഡ്മിന്റന് ഫസ്റ്റ് ഡബിൾസിൽ ഫസ്റ്റ് ലഭിച്ചു. നമ്മുടെ ജിനു ഇഞ്ഞു വന്നിട്ട് ജിനു. യെസ്, പ്രേയിങ് കേരള വിദ്യാർത്ഥിനികളോടുകൂടെ, അധ്യാപകരോടുകൂടെ, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തോടുകൂടെ എപ്പോഴും നിൽക്കും. കായിക രംഗത്തോടുകൂടെ എപ്പോഴും പ്രേയിങ് കേരള ഉണ്ടാകും. വിവിധ മേഖലകളിൽ, കായിക മേഖലയിൽ മത്സരിക്കുന്നവർ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയും. ഇന്നലെ തിരുവല്ലയിലെ സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ സ്കൂളിലെ സകല വിദ്യാർത്ഥിക്കും, ഓരോ വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഓരോ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ എന്തുമാത്രം അധ്യാപകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇത് ഈ കുഞ്ഞ് ഇന്നലെ നേടിയ വിജയം ഭയങ്കര ഒരു ഉയർന്ന വിജയമാണ്. ഉയർന്ന മേഖലകളിലേക്ക് പോകുവാൻ യേശു കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അവന് കിട്ടിയ പ്രൈസ് മണി, പ്രമോദേ, ഈ പ്രൈസ് മണി പ്രേയിങ് കേരളയ്ക്ക് ജിനു തന്നതാണ്. നമുക്ക് പ്രാർത്ഥിച്ച് സ്വീകരിക്കാം. ജിനുവിന്റെ കയ്യിൽ തന്നെ, ജിനുവിന്റെ കയ്യിൽ തന്നെ അത് വർദ്ധിക്കട്ടെ. ജിനുവിന്റെ കയ്യിൽ തന്നെ ഇത് കോടിക്കണക്കിന് രൂപയായിട്ട് വർദ്ധിക്കട്ടെ. ബൈബിൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കായിക രംഗത്തെ ഉയർന്ന മേഖലകൾ കീഴടക്കുന്നവനായി ഇവൻ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമനിമിത്തം അവൻ അനുഗ്രഹീതനാകട്ടെ. ഉയർച്ചയും നന്മയും എക്സലൻസും അവിടുന്ന് അവന്റെ മേൽ പകര്. അവന്റെ കരത്തിൽ തന്നെ ഇത് വർദ്ധിക്കട്ടെ. ഇത് കോടിക്കണക്കിന് രൂപയായി അവന്റെ കരങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. അവിടുന്ന് കൊടുത്ത നന്മയിൽ നിന്ന് പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ യേശു അനേകരുടെ കണ്ണുനീരൊപ്പുന്ന ഈ ശുശ്രൂഷയിൽ ഈ മകൻ വിതയ്ക്കുന്നത് കൊണ്ട് അവന്റെ കൈകൾ കൊണ്ട് തന്നെ വലിയൊരളവ് അവന്റെ കയ്യിൽ കൊണ്ട് തന്നെ കൊയ്തെടുക്കുവാൻ അവിടുന്ന് അവനെ ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ യുവാവിനെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. Congratulations and God bless you and you have many heights waiting for you. Amen. പാസ്റ്ററെ, നമ്മുടെ ഈ പ്രേയിങ് കേരളയില് പാസ്റ്ററെ കുട്ടികള് പോയി പാടിയാട്ട് മോനെ. എത്രയോ കുട്ടികൾ പാസ്റ്ററെ പഠിക്കുന്ന കുഞ്ഞുങ്ങള് അവർക്ക് കിട്ടുന്ന സാമ്പത്തികത്തിൽ നിന്ന് പ്രേയിങ് കേരളയ്ക്ക് അനേകം പേരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ കൊണ്ട് വിതയ്ക്കുന്നു. കുട്ടികൾ എന്നതിന്റെ അർത്ഥം 8 വയസ്സും 10 വയസ്സും അല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന 6ാമത്തെ 7ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, സിവിൽ സർവീസ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോകുന്നവർ, IELTS എക്സാം എഴുതുന്നവർ, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, കോർപ്പറേറ്റ് രംഗത്ത് ജോലി ചെയ്യുന്ന എന്തുമാത്രം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. അതിന്റെ അർത്ഥം അവരവരുടെ ബുദ്ധിയല്ല ആശ്രയിക്കുന്നത്, അവരാശ്രയിക്കുന്നത് സൃഷ്ടിതാവാം ദൈവത്തിലാണ്. ശാസ്ത്രമല്ല നമ്മെ സഹായിക്കുന്നത്, യേശു നമ്മെ സഹായിക്കുന്നത്. ഈ പകൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ രംഗത്തുള്ള അധ്യാപകര്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, കുട്ടികള്, എല്ലാവരുടെ മേല് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. ഇന്ത്യൻ കായിക രംഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ത്യ മറ്റ് സകല രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വരണം. നമുക്കൊന്നിച്ച് 2 കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ നമ്മുടെ രാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കാം. നമ്മുടെ സംസ്ഥാനമായി കേരളത്തെ അനുഗ്രഹിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ രാജ്യം ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless our nation India in Jesus' name. Oh yes Lord, that India will emerge in flying colors. കർത്താവേ, ഇന്ത്യ എല്ലാ മേഖലകളിലും ശോഭിക്കട്ടെ. ഇന്ത്യയിലെ ജനത എല്ലാ രംഗങ്ങളിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ത്യൻ സംവിധാനങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും അനുഗ്രഹമാകട്ടെ, വികസിക്കട്ടെ. ഓരോരുത്തർക്കും സുരക്ഷിതത്വമുള്ള ഒരു ജീവിത പശ്ചാത്തലം ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കായിക മേഖലയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ, മിനിസ്റ്ററിയൽ സ്റ്റാഫിനെ, ടീച്ചേഴ്സിനെ, വിദ്യാർത്ഥിനികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ മെഡിസിന്
ആയിരക്കണക്കിന് സീറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഒരു എൻട്രൻസ് എക്സാമിന്റെ പിറകിൽ ഒരു കുട്ടി പോലും ഇനി തള്ളപ്പെട്ടു പോകുവാൻ അവരുടെ അവകാശം, അവർക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ദുരവസ്ഥ ഇന്ത്യയിൽ മാറട്ടെ. എല്ലാവർക്കും പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഉയർന്ന വിദ്യാഭ്യാസ മേഖല വ്യക്തമായി രാജ്യത്ത് തുറക്കപ്പെടട്ടെ. ഇന്ത്യൻ കായിക രംഗം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മേഖലകളിലും വലിയൊരു ഉയർച്ച യേശുവിൻ നാമത്തിൽ ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാസ്റ്റർ, ഇപ്പൊ വന്ന ഒരു പ്രൈസ് റിപ്പോർട്ടാണ് പാസ്റ്റർ. മകന് എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകന് പെട്ടെന്ന് ഒരു ദിവസം റൂമിനകത്ത് കയറി കഥ പഠിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ വന്നതാണോ? അതെ പാസ്റ്റർ. കമോൺ. മകൻ എൻട്രൻസിന് ചേർന്നതാണ്. ഒരു ദിവസം പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല, ഭയങ്കര മാറ്റം. മുറിക്കകത്ത് കയറി മുറി അടച്ചിട്ടിട്ട് ഒറ്റ ഇരിപ്പ. 3 വർഷമായിട്ട് അങ്ങനെ ആ സ്ഥിതി തുടരുക. പക്ഷേ പ്രേയിങ് കേരളയിൽ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, യേശു സ്വാതന്ത്ര്യം നൽകി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മൾ രണ്ടും വേറെ ആരൊക്കെയോ 2-3 പേര് ട്രിവാൻഡ്രത്തൊരു വീട്ടിൽ ഇതുപോലെ പോയി. അതെനിക്കൊന്ന് 2-3 വർഷത്തിന് മുമ്പാ. ഒരു യുവാവ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് കൊണ്ടിരുന്ന വേളയിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് ദേശങ്ങളിൽ, കുവൈറ്റിൽ ജനിച്ചു വളർന്ന ഒരു മകന് എന്തെല്ലാം അവർക്ക് ചെയ്യാമോ അതെല്ലാം ആകാശത്തിന്റെ കീഴിലുള്ളതൊക്കെ അവർ ചെയ്തു. അവൻ ആ മുറിക്കകത്തൊന്നും ഇറങ്ങാതിരുന്നു. ഞങ്ങളോട് പറഞ്ഞത് അവന് വേണ്ടി പോയി പ്രാർത്ഥിക്കാനാ. ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോൾ അവൻ ആ വീട് തുറന്ന് ഇറങ്ങി വന്നില്ല. അവൻ മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങാതിരുന്നു. താഴെ ആ മുറിക്കകത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇന്ന് എഞ്ചിനീയറിംഗ് രംഗത്ത് മാത്രമല്ല, അവൻ യേശുവിനും പ്രയോജനമുള്ളവനായി മാറി. 8-9 മാസങ്ങൾ കഴിഞ്ഞ് ഒരു വിവാഹത്തിന് അവനെ ഞാൻ കാണുമ്പോൾ കോഴഞ്ചേരിയിൽ വെച്ച് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, അങ്കിൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പറയൂ. എനിക്ക് വേണ്ടി അന്ന് വന്ന് പ്രാർത്ഥിച്ചത്. ഞാൻ വ്യക്തമായി പറയട്ടെ, നമ്മുടെ മിടുക്കല്ല, യേശുവിന്റെ സാന്നിധ്യം. യേശുവിന്റെ ആത്മാവിന് മുറിക്കാൻ കഴിയാത്ത ബന്ധനങ്ങൾ ഇല്ല. താങ്കളുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ കഷ്ടപ്പെടുന്നെങ്കിൽ ഇന്നു തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ തേജസ് അവരുടെ മേൽ ഇറങ്ങും. 100 കണക്കിന് വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. കടഭാരം മാറ്റുന്നു. ആധാരം നഷ്ടപ്പെട്ടു പോയ ലഭിക്കാതിരുന്നപ്പോൾ ഒരുപാട് പരിശ്രമം നടത്തി അത് ലഭിക്കേണ്ടതിന്. പക്ഷെ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അത് കൊടുക്കാമെന്ന് അവസാനമായി സമ്മതിച്ചു. ഈ യേശു എത്ര നല്ല കർത്താവ്. 2 കരങ്ങൾ ഉയർത്തി വസ്തു സംബന്ധമായിട്ട് വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. അതിനു മുമ്പ് ഓർമ്മപ്പെടുത്തട്ടെ, ഈ മാസം 19, 20, 21 തീയതികൾ, 19, 20, 21 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. 10,000-കണക്കിന് ആളുകൾ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. ധാരാളം കർത്തൃദാസന്മാർ ഈ സന്ദർഭത്തിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. മറക്കരുത്, 19, 20, 21 തീയതികൾ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ബ്രദർ, ഞാൻ പേരൂർക്കടയിൽ നിന്ന് സരോജിനിയാണ്. ഹലോ പറഞ്ഞോളൂ. ഹലോ, പേരൂർക്കടയിൽ നിന്ന് സരോജിനിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ സരോജിനി. ഹലോ ഹലോ. അതെ, ഞാൻ സരോജിനിയാണ്. നമുക്ക് ആ ഫോൺ തിരിച്ചു കയറി വരും. സഹോദരി ശാന്തമ്മ ബോംബെയിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു, ബോധമില്ല, സീരിയസ് ആണ്. ഇപ്പോൾ വന്ന ഒരു വിഷയം നോക്കിക്കേ. മനുഷ്യനൊരാശ്രയമായിട്ടല്ലേ പ്രേയിങ് കേരളയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എറണാകുളത്ത് നിന്ന് പ്രിയ ഏബ്രഹാം അങ്കിൾ പറഞ്ഞ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വ്യക്തമായ ഒരു ആലോചനയാണ്. പ്രേയിങ് കേരള ഒരു ഉറവയാണ്. ഈ ഉറവ നിൽക്കാതെ ഓരോ ജീവിതവും സന്തോഷിക്കുന്നത് കാണുന്നത് വരെ നമുക്കൊന്നിച്ച് കരങ്ങൾ കൊടുക്കാം.
ഈ സഹോദരിക്കായി പ്രേം കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ ഈ മകളുടെ മേൽ നിന്റെ സൗഖ്യം ഇറങ്ങട്ടെ. യേശുവിൻ്റെ വചനത്താൽ, യേശുവിൻ്റെ മുറിവുകളാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സൗഖ്യം യേശുവിൻ നാമത്തിൽ ഈ ജീവിതത്തിന് മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രമോദേ, പാസ്റ്ററെ, നമ്മുടെ 200ാമത്തെ എപ്പിസോഡ് പ്രേയിങ് കേരള തുടങ്ങിയിട്ട് 200 ദിവസം ആകുമോ? അതെ പാസ്റ്ററെ, നമ്മുടെ കൂടെ പ്രയർ റിക്വസ്റ്റിന്റെ ഫോംസ് 21,000 ഉള്ളെങ്കിലും പാസ്റ്ററെ, എനിക്ക് അറിയാം 50,000-ൽ ലക്ഷത്തിൽ മേലുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇത് കാണുന്നുണ്ട് പാസ്റ്ററെ. വിവിധ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ. ഞാൻ ദമാമിൽ നിന്ന്, ഖത്തറിൽ നിന്ന് ഒക്കെ ഹോസ്റ്റലുകളിൽ പിള്ളേർ കൂടിയിരുന്ന് അവർക്കൊരു ആശ്വാസമാണെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ മാത്രമല്ല, ആരാധനയ്ക്ക് കർത്താവിനെ സ്കൂളിൽ പഠിച്ചപ്പോൾ, കോളേജിൽ പഠിച്ചപ്പോൾ ഒക്കെ രക്ഷിതാവായി സ്വീകരിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ വിവാഹ ജീവിതത്തിലേക്കും ജോലിയിലേക്കും ഒക്കെ വന്നപ്പോൾ വീട്ടിലുള്ളവർ കർത്താവിനെ ആരാധിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി. അവർ കൺഫൈൻഡ് ആയിരുന്നു, മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന സ്ഥിതിയിലായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വരാം. ഹലോ ഹലോ, വേഗം പറഞ്ഞോളൂ. ഞാന് പേരൂർക്കടയിൽ നിന്ന് സരോജിനിയാണ് വിളിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഹസ്ബൻഡ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നു. ഹസ്ബൻഡിന്റെ ശല്യം കാരണം എനിക്ക് ഇതിനകത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പൈസ എല്ലാം കൊടുത്ത് പോലീസിനെല്ലാം വശത്താക്കി വെച്ചിരിക്കണം. ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സരോജിനി, യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരുപാട് കുടുംബങ്ങൾ തകർന്നതിനെ യേശു നന്നാക്കുന്നത്, ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്തിടത്ത് യേശു ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നു, കാണുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ അതാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ ഇങ്ങോട്ട് യേശുവിൻ്റെ സ്നേഹം നിമിത്തം നന്നായത് ഞങ്ങൾ കാണുന്നു. ആയിരക്കണക്കിന് ജീവിതങ്ങൾ മദ്യപാനത്തിൻ്റെ തകർച്ചയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്, തീരാ രോഗങ്ങളിൽ നിന്ന് യേശുവിനാൽ വിടുവിക്കപ്പെട്ടത് ഞങ്ങൾ കാണുന്നു. 200 ദിവസമായോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടുക. ശരിക്കും ഇന്നലെ തുടങ്ങിയതുപോലെ തോന്നുന്നുള്ളൂ. ഇനി അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളൊരു 40-45ഓളം പേര് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, വിവിധ തുറകളിൽ ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ ബലമാണ്. കാരണം താങ്കളുടെ പ്രാർത്ഥനയാണ്. അമ്മച്ചി, അപ്പച്ച, സഹോദര സഹോദരി, ദൈവദാസിയെ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അതുകൊണ്ട് കർത്താവിൻ്റെ ബലത്താൽ ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ആശയമല്ല, കർത്താവ് ദാനമായി ഏൽപ്പിച്ചത്. നമുക്കൊന്നിച്ച് ശുശ്രൂഷ ലോകത്തിൽ അനേകരുടെ ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടി. ഇപ്പോൾ ഈ സഹോദരിക്ക് അവർക്ക് ഓടിച്ചതിൽ പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായാലും ഓടിപ്പോകേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പക്ഷെ അവർ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥന കേരളത്തിൻ്റെ നമ്പറിൽ വിളിച്ച് അവരുടെ നിസ്സഹായ അവസ്ഥ നമ്മോട് അറിയിക്കുമ്പോൾ അവരെന്തുമാത്രം യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ അടുത്തേക്ക് തിരിയുന്നു എന്നുള്ള തെളിവാത്. നമുക്കൊന്നിച്ച് ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ആർക്കും കീഴടക്കാൻ പറ്റുന്നില്ലെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തിന് ആ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ആ സരോജിനിയുടെ കുടുംബം, അതുപോലെ തകർന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ, ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സ്നേഹം ഇപ്പോൾ തന്നെ ആ തകർന്ന ജീവിതങ്ങളിൽ മേൽ ഇറങ്ങട്ടെ. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ആ ഭാര്യ, ഭർത്താവ്, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിന് വിരോധമായി നിൽക്കുന്ന ആ സകല ശക്തികളും യേശുവിൻ നാമത്തിൽ എന്നേക്കുമായി അവിടുന്ന് മാറട്ടെ. ദൈവിക സമാധാനത്തെ ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ ഓർഡർ അവരുടെ മേൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, ഒരു ടെലിഫോണിലൂടെ. ഹലോ 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 ഹലോ. എന്റെ കൊച്ചു BSc നഴ്സിംഗിന് പഠിക്കുക. ഓക്കെ, പരീക്ഷയാകുമ്പോ ഒക്കെ എന്തെങ്കിലും അസുഖം ഒക്കെ ആയിട്ട് പഠിക്കാനും പറ്റുന്നില്ല, പരീക്ഷ എഴുതാൻ അങ്ങോട്ട് പറ്റുന്നില്ല. ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അമ്മ എവിടുന്നാ എറഞ്ഞാല്. കോട്ടയം എറഞ്ഞാലിന്നാ വിളിക്കുന്നത്. അമ്മയുടെ പേരൂടെ പറഞ്ഞാട്ട്.
ഹലോ, പേര് അഞ്ജൂസി ചെറിയൻ. അഞ്ജു സി ചെറിയൻ. ഇത് മോടെ പേരോ അമ്മയുടെ പേരോ? മോടെ പേര്. ആ, ഓക്കെ. അഞ്ജു സി ചെറിയാൻ BSc നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. എക്സാമിൻ്റെ സമയമാകുമ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും അസുഖം. എന്തുമാത്രം കുഞ്ഞുങ്ങളുടെ യൗവനക്കാരുടെ വിവരങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെയുള്ളൂ. പ്രമോദേ, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, ആ കൊച്ചിങ്ങോട്ട് വിളിച്ചു, ആ മോൻ ഇങ്ങോട്ട് വിളിച്ചു. മോള് ഇങ്ങോട്ട് വിളിച്ചു. ഭയങ്കര ടെൻഷൻ. തീർച്ചയായിട്ടും അമ്മയില്ല പാസ്റ്ററെ. അതിന്റെ ആശ്രയം എന്ന് പറയുന്നത് പ്രേയിങ് കേരളയാണ്. യെസ്, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, 2 കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവഭക്തന്മാരെ നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആവശ്യമില്ലാത്ത ടെൻഷൻ നിന്ന് ഈ കുഞ്ഞുങ്ങൾ വിമോചനം അനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ അഞ്ജുനായി പ്രാർത്ഥിക്കുന്നു, അതുപോലെ വിദ്യാർത്ഥി ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം അവരുടെ മേലുണ്ടാകട്ടെ. എക്സാമിന്റെ സമയത്ത് അവർക്കുണ്ടാകുന്ന സകല ക്ലേശങ്ങളും യേശുവിൻ നാമത്തിൽ ഇന്നു മുതൽ എന്നേക്കുമായി അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശു അവർക്കായി കരുതിയ ശുഭമായ ഭാവിയിലേക്ക് അവർ വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രമോദേ, 200ാമത്തെ എപ്പിസോഡ് എന്നാ പ്രമോദേ? പാസ്റ്ററെ, അടുത്ത ശനിയാഴ്ച. അത് പറയുന്നതിന് മുമ്പ് പാസ്റ്റർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. മകൾ റാണി ക്യാൻസറിൽ നിന്ന് സൗഖ്യമായി. ആഗ്നസ് കൊല്ലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി എന്നല്ലാതെ എന്താ പറയാ? യേശു എത്ര നല്ലവൻ, യേശു എന്നുമെന്നും മതി. ആ മാർവിൽ കരം വെച്ച് ഉറക്കെ അങ്ങ് പാടിക്കുവാണ്. എൻ്റെ യേശു എത്ര നല്ലവൻ, യേശു എന്നുമെന്നും. ഈ വിഷയം പാസ്റ്റർ ഓർക്കുന്നുണ്ടോ? അവർ കരഞ്ഞ് നിലവിളിച്ച് അവർ ഫോണിലൂടെ മണിക്കൂറുകൾ അവർ നേരിട്ട് വന്ന ഇവിടെ ഇരുന്ന് അതെ പാസ്റ്ററെ. മൈ ഗോഡ്, വർഷങ്ങളായിട്ട് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് ക്യാൻസറിന് ചികിത്സയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കാര്യമാ ഇപ്പോഴിവിടെ വന്നിരിക്കുന്ന മകൾ റാണി. മിസ് ആഗ്നസ് ആണ് ഇത് വിളിച്ചു പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ വീട്ടിൽ വന്ന് നിങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. Glory to the Lord. തീർച്ചയായിട്ടും 7 മണി കഴിഞ്ഞ് വിളിച്ചിട്ട് ഈ വിവരം, ഈ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ഞങ്ങളെ അറിയിക്കണം. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും പ്രമോദം മറക്കരുത്. നമുക്ക് അവരുടെ വീട്ടിൽ പോകണം. ഞങ്ങൾ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ ഇഷ്ടപ്പെടുന്നു. മകൾ റാണി ക്യാൻസറിൽ നിന്ന് സൗഖ്യമായി. മകളുടെ കൂട്ടുകാരിക്ക് ക്യാൻസറാണ്, പ്രാർത്ഥിക്കണം. നോക്കിക്കേ, ഒരു സൗഖ്യം വേറൊരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു ആത്മഭാരത്തെയാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉണർത്താൻ ഇടയാക്കിയത്. ഇന്ന് ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന, കഴിഞ്ഞ ദിവസം അനിൽ ഒരു SMS അയച്ച്, യൗവനക്കാരായ ഭാര്യ ഭർത്താവും തൻ്റെ ഭാര്യയുടെ 2 ബ്രസ്റ്റിലും മുഴകൾ, നട്ടെല്ലുകൾ ഇങ്ങനെ അകന്നുപോയി. പിടലി മുതൽ താഴേക്ക് സൗഖ്യമില്ല, തളർന്ന് കിടപ്പ. ബ്രെയിൻ കേരളയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നടക്കുവാനായിട്ട് കഴിയുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസർ, ഏതു തരം ക്യാൻസർ ആണെങ്കിലും ഈ പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു സൗഖ്യമാക്കുവാൻ നമ്മോടുകൂടിയുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കുകയോ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ക്യാൻസർ രോഗികൾ കണ്ണുകളിലാകട്ടെ, കണ്ണിൽ ക്യാൻസറുള്ള കൊച്ചുമോൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ത്വക്കിന് ക്യാൻസർ ബാധിച്ചവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിൽ ക്യാൻസർ ആയവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. തൊണ്ടയിൽ ക്യാൻസർ ആയവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാർവിൽ ക്യാൻസർ ആയവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വേറെ ഏതെങ്കിലും അവയവങ്ങളിൽ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ഈ പകൽ അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. അവിടുന്ന് കൊടുക്കുന്ന വിടുതലുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, നീ എത്ര നല്ലവൻ. പാസ്റ്റർ, നമ്മുടെ 200ാമത്തെ എപ്പിസോഡ് അടുത്ത ശനിയാഴ്ച 21-ാം തീയതിയാണ് പാസ്റ്റർ. അന്നാ നമ്മൾ ഉപവാസ പ്രാർത്ഥന. അതെ, 19,
20, 21. മറക്കരുത്, ഇപ്പൊ തന്നെ ഒന്ന് എഴുതി വെക്കണം. 19, 20, 21. ലോകത്തിലെ ഏതു രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടോ അവരെ അറിയിക്കണം ദൈവത്തെ. അതുപോലെ തന്നെ നമ്മുടെ 200ാമത്തെ എപ്പിസോഡ് ഈ ഫാസ്റ്റിംഗ് പ്രയറിന് നമ്മുടെ സഹോദരങ്ങൾക്ക് അത് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 7 മണിക്ക് ശേഷം നമ്മുടെ ഈ ടി വി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് താങ്കളുടെ ആഗ്രഹം വിളിച്ചറിയിക്കണം. തീർച്ചയായിട്ടും താങ്കൾക്ക് അതിനുള്ള അവസരമുണ്ട്. ഇവിടെ 200ാമത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന കാര്യം പറഞ്ഞത് പ്രയർ ഗ്രൂപ്പിലുള്ള ചന്ദ്രിക മനു ക്യാൻസർ, ചന്ദ്രിക സീരിയസ് ആണെന്ന് പറഞ്ഞ് അഗസ്റ്റിനാണ് ട്രിവാൻഡ്രത്ത് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. നോക്കണേ, ഞാൻ പ്രാർത്ഥിക്കാൻ വരിക. പക്ഷേ അതിന് മുമ്പ് 200ാമത്തെ എപ്പിസോഡ് താങ്കളുടെ പേരിൽ പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ലോകരാജ്യങ്ങൾക്ക് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാവിലെ 6 മുതൽ 7 വരെയും 10 മുതൽ 12 വരെയും 3 മണിക്കൂർ സമയം നമ്മൾ പ്രത്യേക ദൈവനാമ മഹത്വത്തിനു വേണ്ടി കർത്താവിനെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടാകും. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, പങ്കാളികളാകുവാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു കാര്യം മാത്രം ഞങ്ങൾ സ്വപ്നം കാണുന്നു, അവസാന വ്യക്തിയുടെയും കണ്ണുനീർ യേശു ഒപ്പുന്നത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ആ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ അവർക്ക്, യേശുവിൻ നാമത്തിൽ. പ്രമാണത്തിൽ ഗീതാകൃഷ്ണൻ വിളിച്ചിരിക്കുന്നത് ഷുഗർ നോർമൽ ആക്കണം, ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ്, ഈ ആരാധനയിൽ മകൾ പങ്കാളികളായിരിക്കുമ്പോൾ ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം മകൾക്ക് ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് കൊടുക്കുന്ന വിടുതലിനായി, സൗഖ്യത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മക്കളുടെ വിവാഹം നടക്കണം. റീജ ജോർജ്, റെജി ജോർജ്, ചേച്ചിയുടെ മകൾ ജീന, ബിടെക്കിന് പഠിക്കുന്ന റീതു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. മേരി നോബിൾ എറണാകുളത്ത് വന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വിഷയത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായമായിരിക്കുന്ന ആ യുവതികൾ കർത്താവെ തക്ക സമയത്ത് കർത്താവ് തുണകളെ നീ എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വർഷം തന്നെ അവർക്ക് ദൈവിക നന്മകളെ കാണുവാൻ കർത്താവെ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിന്മേൽ നിന്നെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ. കട്ടക്കടയിൽ നിന്ന് ശീല വിളിച്ചിരിക്കുന്നു. ബ്രദറിന് 1 ലക്ഷം രൂപ വിസയ്ക്ക് വേണ്ടി കൊടുത്തു. വിസ ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ സഹോദരന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വിസ എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കട്ടെ, ഭാവി മാനം നൽകി കൊടുക്കണം, സ്ഥിരമായ വരുമാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിൽ നിന്നും ഒരു ജീവിതം വിളിച്ചിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവേണ്ടതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവെ, ആ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിന്മേൽ ദൈവിക സമാധാനം ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവെ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആ കുടുംബത്തെ വെളിപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ഐറിൻ എറണാകുളത്തും നമ്മോട് ആവശ്യപ്പെടുന്നത് IELTS എക്സാം പ്രാർത്ഥിക്കണം. ഭർത്താവ് ലണ്ടനിൽ, അവിടേക്ക് പോകുവാൻ ശ്രമിക്കുന്നു. മകന്റെ സ്വഭാവ രൂപീകരണം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. ഐറിൻ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം തന്നെ സമാധാനമുള്ള അവസ്ഥ എന്നാണ്. സമാധാനത്തിന് ഷാലോം എന്നൊരു വാക്ക് ഉണ്ട്, കൂടാതെ ഐറിൻ എന്നൊരു വാക്കുകൂടുണ്ട്. സമാധാനമുള്ള അവസ്ഥ അത് എങ്ങനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് യേശുവിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ്. ഐറിൻ, ഈ വിഷയത്തിലും തുടർന്നുള്ള ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും യേശുവിൽ തന്നെ ആശ്രയിക്കുക. IELTS എക്സാം എഴുതാൻ പോകുന്ന ധാരാളം വിദ്യാർത്ഥിനികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം, യേശുവിന്റെ നാമത്തിൽ. ആ വിദ്യാർത്ഥിനികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരെ നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ഹൈ റാങ്ക് സ്കോർ ചെയ്യുവാൻ യേശുവിൻ നാമത്തിൽ ഇടയാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും, യേശുവിൻ നാമത്തിൽ. മരത്തിലിടിച്ച് ബസ് മറിഞ്ഞ് 13 മരണം, എത്ര ദാരുണമായ സ്ഥിതി. ഡിണ്ടിഗൽ അപകടം, 5 പേർക്കും ഇന്ന് യാത്രാമൊഴി. ഇന്ന് ഈ പത്രം മുഴുവൻ എടുത്താൽ മരണവും അപകടവും മാത്രമാണ്. തീർച്ചയായിട്ടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് റോഡ് മേഖലയിൽ സുരക്ഷിതത്വമുള്ള സംവിധാനം ഉണ്ടാകേണ്ടതിന്, നമുക്ക് കൊണ്ടുവരേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേരളത്തിലെ റോഡുകൾ സുരക്ഷിതത്വമുള്ളതാകേണ്ടതിന് ഞങ്ങൾ വിശിഷ്യ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. മരണപ്പാച്ചിലുകൾ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ സംവിധാനങ്ങൾ മുഴുവൻ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ, യേശുവിൻ നാമത്തിൽ. പല പ്രിയപ്പെട്ടവർ
ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞാൻ എവിടെയാ കോട്ടയത്ത് ആരാധനയ്ക്ക് പോകുന്നതെന്ന്. തീർച്ചയായിട്ടും കോട്ടയത്തുള്ള ഗ്രേസ് ചാപ്പൽ ആരാധനയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. പലരും ചോദിക്കുന്നു, ഞങ്ങൾക്ക് അവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വളരെ ദൂരെയുള്ളവർക്ക് അത് സാധ്യമല്ല. എന്നാൽ അടുത്തുള്ളവർക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. തീർച്ചയായിട്ടും സഹോദരങ്ങൾ ആ വിവരങ്ങൾ അറിയിച്ചു തരും. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇനി തിങ്കളാഴ്ച പകൽ നമ്മൾ കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ തന്നെ നമുക്കായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം മറക്കാതെ എടുത്ത് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം എടുത്ത് വായിക്കണം. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാരാന്ത്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. Let there be a blessed weekend for everyone in Jesus mighty name. 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ, ഹാർവസ്റ്റ് ടെലിവിഷൻ കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Bless everyone in Jesus name. Have a great day. തൻ കരത്ത ഉയർത്തിയേ യേശുവേ നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര